അമേരിക്ക ഇറാൻ ചർച്ചകളിൽ നിർണായക പുരോഗതിയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്. ഒട്ടേറെ കാര്യങ്ങളിൽ ധാരണയായിട്ടുണ്ട്. കാര്യങ്ങൾ ശരിയായ ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നതായിരുന്നു ഷെഹബാസ് ഷെരീഫിന്റെ പ്രതികരണം. എന്നാൽ അമേരിക്കയും ഇറാനും എടുക്കുന്ന നിലപാടുകളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ തന്നെ ഇപ്പോൾ വലഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ. എന്നാൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വീണ്ടും പരിഹാസ്യരാകാതിരിക്കാൻ വേണ്ട വിധത്തിൽ തക്കതായ മറുപടിയാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന ആക്ഷേപം പോലും ഉയരുന്നുണ്ട്. ചൈന സന്ദർശനത്തിനിടെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഷെഹബാസ് ഷെരീഫ് ഈ നിർണായക സൂചന നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ വലിയ മുന്നേറ്റമുണ്ട് എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്ക ഇറാൻ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ മധ്യസ്ഥനായി തന്നെ രംഗത്തെത്തുകയായിരുന്നു ഷെഹബാസ് ഷെരീഫ്. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ അവിടെ അനൗപചാരിക ധാരണകൾ രൂപപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതി, ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം, അതേപോലെ തന്നെ ഉപരോധങ്ങൾ പിൻവലിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഇപ്പോഴും അന്തിമ ധാരണയായിട്ടില്ല എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം സമാധാന ചർച്ചകൾ വിജയിച്ചാൽ പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്ക് വലിയ ആശ്വാസമാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എണ്ണവിലയിലും ആഗോള വിലയും ഇതിന്റെ പ്രതിഫലനം ഇതിനോടകം തന്നെ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയുടെ കാലത്ത് ടെഹ്റാനുമായി നടത്തിയ ചർച്ചകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും ഭാവിയിലെ ടെഹ്റാനുമായി നടക്കുന്ന ഏതൊരു ചർച്ചയും എന്നതായിരുന്നു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അവിടെ വ്യക്തമാക്കിയത്. ഈ ഒരു പുതിയ നീക്കം പ്രചരിപ്പിച്ചതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് ഉടലെടുത്തത്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് പൂർണ്ണമായ പരിഹാരം കാണുന്നതിനായി തന്നെ ഇറാനുമായി ഒരു കരാറിലേക്ക് വാഷിംഗ്ടൺ തിടുക്കം കൂട്ടുന്നില്ല എന്നതായിരുന്നു ട്രംപ് പറഞ്ഞത്. ഇരുപക്ഷവും തമ്മിൽ ഒരു ഔപചാരിക കരാറിലേക്ക് എത്തുക എന്നത് സാക്ഷ്യപ്പെടുത്തുകയും ഒപ്പിടുകയും ചെയ്യുന്നതുവരെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തുറമുഖങ്ങൾക്ക് മേലുള്ള US ഉപരോധം പൂർണ്ണമായും അവിടെ ശക്തിയിലും പ്രാബല്യത്തിലും തന്നെ തുടരുമെന്ന് ഉറപ്പിച്ചൊരു നിലപാടായിരുന്നു ഇവിടെ അമേരിക്ക സ്വീകരിച്ചത്. ഇതോടുകൂടി തന്നെ അവിടെ ചർച്ചകൾക്കായി മധ്യസ്ഥത വഹിക്കാൻ എത്തിയ പാകിസ്ഥാൻ ആകട്ടെ വീണ്ടും കൂടുതൽ ആശയക്കുഴപ്പത്തിലേക്ക് എത്തുകയും അവർ അവിടെ വലയുകയും ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം അമേരിക്കയുമായുള്ള ആണവ കരാർ ചർച്ചകൾ നിർണായക ഘട്ടത്തിൽ നിൽക്കവേ തന്നെ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമൈനി ആകട്ടെ അതീവ രഹസ്യമായ കേന്ദ്രത്തിൽ ഒളിവിൽ കഴിയുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഖൊമൈനിയുമായി നേരിട്ട് ബന്ധപ്പെടാൻ ആർക്കും സാധിക്കാത്തതാണ് ചർച്ചകൾ അന്തിമമായി തന്നെ അവിടെ നീണ്ടുപോകാൻ കാരണമായിരിക്കുന്നത് എന്നതാണ് US ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാൻ സർക്കാരിലെ ഉന്നതർക്ക് പോലും പരമോന്നത നേതാവിന്റെ ഒളിത്താവളത്തെക്കുറിച്ച് യാതൊരുവിധ അറിവുമില്ല എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേക ദൂതന്മാർ വഴി മാത്രമാണ് അദ്ദേഹം ഭരണകൂടവുമായി സന്ദേശങ്ങൾ കൈമാറുന്നത്. ട്രംപ് ഭരണകൂടവുമായി നയതന്ത്ര ചർച്ചകൾ നടത്തുന്ന ഇറാൻ ആകട്ടെ, അതായത് ഇറാൻ പ്രതിനിധികൾക്കും ഖൊമൈനിയെ നേരിട്ട് സമീപിക്കാൻ സാധിക്കുന്നില്ല. ചർച്ചകളുടെ ഭാഗമായി തന്നെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ രഹസ്യ താവളങ്ങൾക്കുള്ള തോൽവിയിലേക്ക് എത്തുവാനും അവിടെ നിന്നും കൃത്യമായ മറുപടി തിരികെ ലഭിക്കുവാനും ദിവസങ്ങളുടെ താമസം നേരിടുന്നുണ്ട് എന്നതാണ് US സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതാകട്ടെ ഇറാന്റെ ഭരണത്തിൽ പോലും വലിയ രീതിയിൽ ആ ഭരണം പോലും ആടിയുലയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നതെന്ന വിലയിരുത്തലും പുറത്തുവരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.